എന്നെയും നിങ്ങളെയും നമ്മളെയൊക്കെ പോലെ തന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങിയ കുറച്ച് മനുഷ്യർ ഒരു ഉറക്കം ഒന്ന് കണ്ണിലേക്ക് പിടിക്കുന്ന ആ നിമിഷത്തിൽ കുറേ മഴവെള്ളവും കല്ലും മണ്ണും തടിക്കഷ്ണങ്ങളും ഒക്കെ വന്ന് നമ്മുടെ ദേഹത്തിടിച്ചാൽ എങ്ങനെയിരിക്കും? ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ എത്രയോ പേര്, എത്രയോ വീടുകൾ നഷ്ടപ്പെട്ട് സ്വന്തം സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ ഇവരൊക്കെ കൺമുന്നിൽ നിന്ന് ഒലിച്ചു പോകുന്നൊരവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. നമ്മളുടെ കേരളത്തിലെ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർക്കൊപ്പമാണ്, അവരോടൊപ്പമാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലാണ്, പ്രവർത്തനങ്ങളിലാണ്. നാം ഓരോ മലയാളികളും വെറും മനുഷ്യരാകുന്ന നിമിഷങ്ങളാണിത്. ഒരു മനുഷ്യൻ ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ, ഏറ്റവും ദുരിതപൂർണമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പീച്ചി ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും നഷ്ടപ്പെട്ട കുറേ നിസ്സഹായരായ മനുഷ്യർ, അവരുടെ ഇടയിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എത്തുന്ന അധികാരികളും മറ്റ് നല്ല സാമൂഹിക പ്രവർത്തകരും മനുഷ്യരും, സാധാ മനുഷ്യരും, അവരുടെയൊക്കെ ആരോഗ്യം അതുപോലെ നിൽക്കുവാനും അവരുടെ മാനസികമായിട്ടുള്ള ഒരു ബലം അതേപോലെ നിലനിർത്തുവാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മളുടെ പ്രാർത്ഥനകളിൽ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. എത്രയും വേഗം ഈ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൽ നിന്നും നമ്മളുടെ സഹോദരങ്ങൾ എത്രയും വേഗം മോചിതരാകട്ടെ, എത്രയും വേഗം റിക്കവറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യണം. അറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് നമ്മളുടെ UAE എല്ലാവരും പ്രളയത്തിൽ, നമ്മുടെ ഷാർജയിൽ, അബൂഷഹറയിൽ, അവിടെ ഇവിടെയൊക്കെയുള്ള പ്രളയത്തിൽ എന്തുമാത്രം ദുരിതം നമ്മൾ അനുഭവിച്ചു. അതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി വലുതാണ് പ്രളയ ദുരന്തം. അതായത് പിന്നെ ഉരുൾപൊട്ടലിലൊക്കെ കല്ലും മണ്ണും അതും ഇതുമെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വീടിനെയും നമ്മളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. എന്തായിരുന്നാലും വളരെയേറെ ആശ്വാസകരമായ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉണ്ട്. ഹെൽപ്പ് ലൈനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നേവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഒരുവിധമൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ റീകണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ സർക്കാരിതര സംഘടനകളുടെ സജീവമായ ഇടപെടലുകൾ അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നത് ഒരല്പം ആശ്വാസം നൽകുന്നതാണ്. നമ്മൾ പ്രവാസികളും നമ്മളാൽ കഴിയുന്ന എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും ഇക്കാര്യത്തിലേക്ക് ചെയ്യണം. എന്തായിരുന്നാലും ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധി, അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും അവരാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. മനുഷ്യർ വെറും മനുഷ്യരാകുന്ന, നിസ്സഹായരാകുന്ന ചില നിമിഷങ്ങളാണ് നമ്മൾ മലയാളികൾ ഒരുമിച്ച് കൈകോർത്ത് ഈ ഒരു ദുരന്തത്തിൽ നിന്നും എത്രയും വേഗം റിക്കവറാകുവാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമാണ്. അപ്പൊ ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനകളാണ്. അതുപോലുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് സാധ്യമാകുന്ന മേഖലകളിലെല്ലാം നമുക്ക് സജീവമായിട്ട് ഇടപെട്ട് നമുക്ക് എത്രയും വേഗം ഈ ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. 2018 തുടർന്ന പ്രകൃതി ദുരന്തം വീണ്ടും എല്ലാ വർഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും കേൾക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളും, മരിച്ചുപോയ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അപ്പം നമുക്ക് ഇനിയുള്ള ദുഃഖവാർത്ത കേൾക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം എത്രയും വേഗം വയനാട് പൂർവ്വസ്ഥിതിയിലെത്തട്ടെ. അതിൽ നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യർക്കും കരുത്ത് നൽകട്ടെ. അതിനെ അതിജീവിക്കുവാനും അതിനെ സഹിക്കുവാനുമുള്ള മാനസികമായ കരുത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എത്രയും വേഗം വയനാട് നമുക്ക് പഴയ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അവിടെ കാണുന്നത് നല്ല എന്താ അല്ലേ ചോ എടുക്കാം. കാട്ടിന്
കാണാൻ പറ്റില്ല ചെരുപ്പുകളും വീടുകളും മക്കളെ വല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബേ. കൈ കൊടുക്കുന്നു നോക്കി പോയിക്കാം.